നമസ്കാരം. പൊതുസമൂഹത്തിൻ്റെ വികാരം എന്താണ് എന്ന് വിവരണാതീതമായ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. നമസ്കാരം. പൊതുസമൂഹത്തിൻ്റെ വികാരം എന്താണ് എന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വികാരം എന്താണ് എന്ന് പുതുയുഗ യാത്രയിൽ പ്രതിപക്ഷ നേതാവിനെ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു നേതാവായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിൽ വ്യക്തമാക്കി കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി എന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, കുറ്റ്യാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഏറ്റവും വലിയൊരു വികാരം, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനോട്. കാരണം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ആക്രമിക്കപ്പെട്ട ഏരിയയാണ് കുറ്റ്യാടി എന്ന് പറയുന്നത്. അതിനേക്കാളെല്ലാം ഉപരി ഏറ്റവും കൂടുതൽ ജനകീയനായിട്ടുള്ളൊരു നേതാവാണ്. അതിനേക്കാളെല്ലാം മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസ് അണികളുടെയും ഒരു വികാരം ഉൾക്കൊള്ളുന്ന ഒരു നേതാവാണ് ശ്രീ ഷാഫി പറമ്പിൽ. നമുക്കറിയാം, രാഹുൽ മാക്കുട്ട വിഷയത്തിനകത്ത് ശ്രീ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അതുപോലെ തന്നെ ഉണ്ണിത്താനും ഒക്കെ എടുക്കുന്ന നിലപാടുകളോട് കടുത്ത വിയോജിപ്പ് ഉള്ള ഒരു ആളാണ് ഷാഫി പറമ്പിൽ. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടെ കൂടി ആയിരുന്നിരിക്കണം കുറ്റ്യാടിയിൽ സംഭവിച്ച ഒരു കാര്യം. അതായത് പ്രതിപക്ഷ നേതാവ് വന്ന് സംസാരിച്ച ഉടനെ തന്നെ ഷാഫി പറമ്പിലിനെ പ്രസംഗിക്കാനായിട്ട് അധ്യക്ഷൻ ക്ഷണിക്കുകയും ഷാഫി പറമ്പിൽ പ്രസംഗിക്കില്ല എന്ന് അവിടെ അടിയുറച്ച് തീരുമാനം പറയുകയും നേതാക്കന്മാർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടാകുകയും പ്രസംഗിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയും ബലമായിട്ട് പിടിപ്പിച്ചുകൊണ്ട് വരികയും അതിനിടയ്ക്ക് അവിടെ പിടിവലി ഉണ്ടാവുകയും മുല്ലപ്പള്ളി രാമേന്ദ്രനൊക്കെ അവിടെ ഉരുണ്ട് വീഴുക വരെ ചെയ്യുന്ന ഒരു സംഭവം. എന്നിട്ട് ഷാഫി പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഷാഫി പറമ്പിലും രാഹുൽ മാക്കുട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അളന്ന് കുറുക്കി കാച്ചിയ രീതിയിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാണ്ടിറ്റിയുള്ള നേതാക്കന്മാരാണ്. ആ രീതിയിൽ വേണം നമുക്കവരെ പറയാനായിട്ട്. ഷാഫി പറഞ്ഞത് ഇത്രേ ഉള്ളൂ: പ്രസംഗിക്കുന്നില്ല, ഒരേ ഒരു വാക്ക്. അങ്ങനെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനാണ് പറഞ്ഞത്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഈ ഇലക്ഷൻ സന്ദർഭമൊക്കെ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ സ്വയം ഒരിക്കലും പബ്ലിക്കിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയില്ല. ടീം യു ഡി എഫ് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം പുള്ളി അണ്ടർഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നേടിയെടുക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അടുത്ത മുഖ്യമന്ത്രി കുപ്പായ തയ്പ്പിച്ച് പുള്ളി ഉത്സാഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, പക്ഷേ പുള്ളി അത് കൊണ്ട് പറയുന്നില്ല. പക്ഷേ ഷാഫി പറമ്പിൽ ഇന്ന് ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, ഇനി പ്രസംഗിക്കുന്നില്ല, ഒറ്റ വാക്കേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100 സീറ്റിന് മുകളിലേക്ക് എണ്ണുമ്പോൾ കുറ്റ്യാടിയും ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരൊറ്റ വാചകം പറഞ്ഞ് ഷാഫി അവിടുന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അതായത് കേരളത്തിൻ്റെ ജനങ്ങളുടെ വികാരം ശരിക്കും ഷാഫി പറമ്പിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ അത് വി.ഡി. സതീശൻ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള ഒരു സൂചന നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചില വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ഒന്നും കൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ്. അതായത് ജനലിൻ്റെ ഒരു പാളി തുറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുപാളി അടഞ്ഞു കിടക്കുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. അല്ലെങ്കിൽ ഒരു പാളി എന്ന് പറയേണ്ട കാര്യമില്ല. ജനലിൽ തുറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ ജനലിൻ്റെ ഒരു പാളി തുറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും വേറൊരു പാളിയുണ്ട്, ആ പാളി അടഞ്ഞാണ് കിടക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് ഷാഫി ഇന്നത് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. അവിടെ മറ്റാരോടും അല്ല പറഞ്ഞത്, ടീം യു ഡി എഫിനോടും അല്ല പറഞ്ഞത്, പ്രതിപക്ഷ നേതാവിനോടാണ് പറഞ്ഞത്. അതായത്
എപ്പോഴും 100 സീറ്റിന് മുകളിൽ UDF കിട്ടും എന്നുള്ളതാണുള്ള പ്രചരണം. 100-110 കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് 100-ന് മുകളിലേക്ക് സീറ്റുകൾ എണ്ണുമ്പോൾ അതിൽ കുറ്റ്യാടിയും ഉണ്ട് എന്ന് കരുതിക്കോളൂ, ഇത്രയും മാത്രം പറയുന്നുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് മാറിയത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളൊരു നേതാവായി രാഹുൽ മാക്കൂട്ടം കടന്നു വരുമ്പോൾ അത് എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടെയാണ് ഷാഫി പറമ്പിൽ ആ ചോദിച്ചതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ. അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ മേലെ ആ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കടുക് മണിയോളം പോലും യാതൊരു കാമ്പോ ഇല്ല, അതൊരു വലിയൊരു കോക്കസിൻ്റെ ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ പൊതുസമൂഹം അത് ഏറ്റെടുത്തിരിക്കുന്നു. ആ ഒരു വികാരം ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള മെമ്പേഴ്സ് പേരെടുത്ത് തന്നെ പറയുന്നതിന് മടിയൊന്നുമില്ല. അതായത് ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ടാണ്, അല്ലാതെ മറ്റുള്ള ചാനലുകാർ പറയുന്നത് പോലെ അവർ സ്വതന്ത്രം എന്ന് പറയുകയും ചെയ്യും, പക്ഷം ചേരുകയും ചെയ്യും. ഇതങ്ങനെയല്ല. ഇതിനകത്തിപ്പം നമുക്കറിയാം ഇവിടുത്തെ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. കാരണം പിണറായി ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങേയറ്റം വെറുത്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇവരെ ഈ സമൂഹത്തിൽ നിന്നും ഒന്ന് ഒഴിവാക്കും എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പൊതുസമൂഹം പ്രതീക്ഷയോട് കൂടി കാണുന്നത് പ്രതിപക്ഷത്തെയാണ്. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ഈ ഇത്തരം നീക്കങ്ങൾ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെ, അല്ലെങ്കിൽ ഇത്രയും ജനപിന്തുണയുള്ള ഒരു നേതാവിനെ ഇതുവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വൈമനസ്യം, ആ വൈമനസ്യത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് VD സതീശനാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുണ്ട്, അതോടൊപ്പം K മുരളീധരനുണ്ട്, മറ്റൊരു നേതാവ് ഉണ്ണിത്താനാണ്. ഇങ്ങനെയൊക്കെയുള്ള വളരെ വിരളിൽ ഉണ്ടാവുന്ന ചുരുക്കം ചില നേതാക്കൾ ഇതിൻ്റെ പിന്നിൽ കടന്നുകൊണ്ട് കളിക്കുന്നത് അത് ഷാഫിയെ പോലുള്ളവർക്കും അനേകം കോൺഗ്രസ് നേതാക്കൾക്കും അതുപോലെ മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കും വളരെയധികം ഉത്കണ്ഠയുണ്ട്, വേദനയുണ്ട്. ആ ഒരു വികാരമാണ് ഷാഫി വേദിയിൽ രേഖപ്പെടുത്തിയത് എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് പറഞ്ഞു വെക്കാനുള്ളത്. നന്ദി, നമസ്കാരം.